നമസ്കാരം. ഭാരതത്തിൻ്റെ പ്രഥമ സൗരദൗത്യമായ ആദിത്യ L1 ബഹിരാകാശ ഗവേഷണ രംഗത്ത് നിർണായകമായ കണ്ടെത്തലുകളുമായി മുന്നേറുകയാണ്. സൂര്യനെക്കുറിച്ചും അതിൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ചും പഠിക്കുവാൻ വിക്ഷേപിച്ച ഈ പേടകം ഇപ്പോൾ ഭൂമിയുടെ കാന്തിക വലയത്തിലുണ്ടാകുന്ന സങ്കീർണമായ പ്രതിഭാസത്തെക്കുറിച്ചുള്ള പുതിയ അറിവുകളാണ് ശാസ്ത്രലോകത്തിന് നൽകിയിരിക്കുന്നത്. സൂര്യനിൽ നിന്ന് നിരന്തരമായി പുറപ്പെടുന്ന ചാർജ് ചെയ്യപ്പെട്ട കണങ്ങളുടെ പ്രവാഹമായ സൗരവാതങ്ങൾ ഭൂമിയുടെ കാന്തിക കവചത്തിൽ ഏൽപ്പിക്കുന്ന ആഘാതങ്ങളെക്കുറിച്ച് ആദിത്യ L1 നൽകിയ വിവരങ്ങൾ മുൻപത്തെ ധാരണകളെ തിരുത്തിക്കുറിക്കുന്നവയാണ്. പ്രത്യേകിച്ച് അതിശക്തമായ സൗരകാന്തിക കൊടുങ്കാറ്റുകൾ ഉണ്ടാകുമ്പോൾ പ്രഭാത സമയത്ത് ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിൽ പ്രകടമാകുന്ന അസാധാരണമായ വ്യതിയാനങ്ങളെക്കുറിച്ച് ദുരൂഹത അടിച്ചെടുക്കുവാൻ ഈ ദൗത്യം സഹായിച്ചു. സൗരചക്രത്തിൻ്റെ ഉച്ചസ്ഥായിയിൽ 2024 മെയ് 10 ഒക്ടോബർ 10 ഉണ്ടായ 2 അതിശക്തമായ ഭൗമകാന്തിക കൊടുങ്കാറ്റുകളെ ആസ്പദമാക്കിയാണ് പഠനങ്ങൾ നടന്നത്. സാധാരണഗതിയിൽ സൂര്യനിൽ നിന്നുള്ള മർദ്ദം കൂടുമ്പോൾ ഭൂമിയുടെ കാന്തിക ബലരേഖകളിൽ വർധനവും മർദ്ദം കുറയുമ്പോൾ കുറവുമാണ് അനുഭവപ്പെടാറുള്ളത്. എന്നാൽ ഈ 2 കൊടുങ്കാറ്റുകളുടെയും സമയത്ത് പ്രഭാത മേഖലയിലുള്ള സ്റ്റേഷനുകളിൽ ഇതിന് നേർവിപരീതമായ മാറ്റങ്ങളാണ് രേഖപ്പെടുത്തിയത്. മെയ് മാസത്തിലെ കൊടുങ്കാറ്റിൽ മിക്കയിടങ്ങളിലും കാന്തിക ബലത്തിൽ വർധനവുണ്ടായപ്പോൾ പ്രഭാത മേഖലയിൽ അത് കുറയുകയാണ് ചെയ്തത്. ഒക്ടോബറിൽ മർദ്ദം കുറഞ്ഞപ്പോൾ മറ്റു സ്ഥലങ്ങളിൽ കാന്തിക ബലത്തിൽ കുറവുണ്ടായി എങ്കിലും പ്രഭാത സ്റ്റേഷനുകളിൽ അത് വർദ്ധിക്കുന്നതായി കാണപ്പെട്ടു. ഈ വിചിത്രമായ പ്രതിഭാസം ശാസ്ത്രജ്ഞരെ അത്ഭുതപ്പെടുത്തിയിരുന്നു. മുംബൈയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജിയോ മാഗ്നറ്റിസം നയിച്ച ഈ പഠനത്തിൽ ആദിത്യ L1 നിന്നുള്ള വിവരങ്ങളും ഭൂമിയിലെ വിവിധ കേന്ദ്രങ്ങളിലെ കാന്തിക നിരീക്ഷണങ്ങളും സമന്വയിപ്പിച്ചാണ് ഈ പ്രതിഭാസത്തിൻ്റെ കാരണം കണ്ടെത്തിയത്. ഭൂമിയുടെ ധ്രുവപ്രദേശങ്ങളിൽ മാത്രം സാധാരണയായി കണ്ടുവരുന്ന പ്രത്യേകതരം ബഹിരാകാശ വൈദ്യുത പ്രവാഹങ്ങളാണ് ഇതിന് പിന്നിലെന്ന് പഠനം വ്യക്തമാക്കുന്നു. അതിശക്തമായ സൗരവാതങ്ങൾ ഭൂമിയുടെ കാന്തിക കവചത്തെ കഠിനമായി അമർത്തുമ്പോൾ ധ്രുവപ്രദേശങ്ങളിൽ ഒതുങ്ങി നിൽക്കേണ്ട ഈ വൈദ്യുത പ്രവാഹങ്ങൾ ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു. ഇത് പ്രധാനമായും പ്രഭാത മേഖലകളിലാണ് സംഭവിക്കുന്നത്. ഇതിനാലാണ് ആ സമയത്ത് കാന്തിക മണ്ഡലത്തിൽ വിപരീത ദിശയിലുള്ള മാറ്റങ്ങൾ ദൃശ്യമാകുന്നത്. ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിൽ പെട്ടെന്നുണ്ടാകുന്ന ഇത്തരം വ്യതിയാനങ്ങൾ വെറും ശാസ്ത്രീയ കൗതുകം മാത്രമല്ല, മറിച്ച് നമ്മുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന ഗൗരവകരമായ കാര്യമാണ്. ബഹിരാകാശത്തെ ഈ മാറ്റങ്ങൾ സാറ്റലൈറ്റുകളുടെ പ്രവർത്തനത്തെയും നാവിഗേഷൻ സംവിധാനങ്ങളെയും വൈദ്യുത വിതരണ ശൃംഖലകളെയും തകരാറിലാക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സൗരവാതങ്ങളും ഭൂമിയുടെ കാന്തിക പ്രതിരോധവും തമ്മിലുള്ള ഈ പോരാട്ടത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കുവാൻ ആദിത്യ L1 നൽകുന്ന വിവരങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ഭൂമിയുടെ കാന്തിക മണ്ഡലം അതിതീവ്രമായ സൗര സാഹചര്യങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഈ പുതിയ അറിവ് ഭാവിയിലെ ബഹിരാകാശ കാലാവസ്ഥാ പ്രവചനങ്ങൾ കൂടുതൽ കൃത്യമാക്കാൻ സഹായിക്കുമെന്ന് ഉറപ്പാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.